ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഭംഗിയുള്ള ചെടിയും ചെടിച്ചെടികളും കാണുന്നത് എല്ലാവർക്കും കണ്ണിനും കാതിനും സുഖകരം തന്നെയാണ്. ഇന്ന് നമുക്ക് പൈസയ്ക്ക് ചിലവില്ലാതെ വെറും വേസ്റ്റായി കിടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് മനോഹരമായിട്ടുള്ള ചെടിച്ചട്ടികളും ചെടികളും തൂങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ. എൻ്റെ വീഡിയോ ഫുള്ളായി കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഈ മനോഹരമായിട്ടുള്ള ഈ ചെടിച്ചട്ടി ഒന്ന് നോക്കൂ. ഇത് നമ്മുടെ വേസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിച്ചെടുക്കാം. അങ്ങനെ നോക്കാം. അതായത് ഞാനിതാ ഒരു കാലി ബോട്ടിൽ എടുത്ത് ഈ രൂപത്തിൽ ഇതിനെ ഒന്ന് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് എന്തിനാണ് നമുക്ക് നമുക്ക് കാണാം. ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് അതിൻ്റെ ചുറ്റിലും ഒരു അടയാളങ്ങൾ ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതായത് ഈ ബോട്ടിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണത്. ഈ ബോട്ടിൽ കൊണ്ട് നമ്മൾ നേരത്തെ കണ്ട മനോഹരമായിട്ടുള്ള ആ ചെടി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ നമ്മൾ ഈ രൂപത്തിൽ ഓരോ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയാണ്. ദ്വാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടത് ഈ വളരെ ശ്രദ്ധിക്കണം. ഷോക്ക് അടിക്കണമൊക്കെ നോക്കണം. നമ്മൾ സോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണത്. സോൾഡറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതിപ്പോൾ തൽക്കാലം ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ ഏകദേശം ഒരു 6 mm ഒരു വ്യാസത്തിൽ വരുന്ന ഒരു സുഷിരങ്ങൾ ഉണ്ടാക്കി ഏകദേശം കഴിയാൻ ശ്രദ്ധിക്കണം. ഇത് ആ ഭാഗത്തൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു ദ്വാരങ്ങൾ തുളയുമ്പോൾ കയ്യിൽ കൊള്ളുന്നത് നോക്കണം. എല്ലാ ഭാഗത്തും നമ്മൾ ആ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ നമ്മൾ സുഷിരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നെക്കിൽ കൂടി നമ്മളൊരു 4 സുഷിരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ നേരത്തെ കണ്ട ആ തൂങ്ങി നിൽക്കുന്ന ആ ചെടിച്ചട്ടി നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടണ്ടേ, ആ തൂക്കിയിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിൽ കയറ് കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയങ്ങളിൽ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ബോട്ടിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും ഇത് മണ്ണും കൂട്ടി മിശ്രിതമാക്കിയിട്ട് ഉള്ള ഈ സാധനം നമുക്കതിലേക്ക് നിറക്കണം. ഇത് ചകിരിച്ചോറും ഒക്കെ കൂട്ടിയിട്ടുള്ളത് നമ്മൾ മണ്ണ് അടഞ്ഞ രൂപത്തിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടഞ്ഞു പോയാലും നമ്മൾ അതിലേക്ക് നടുന്ന ചെടിയുടെ കമ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ മുകുളങ്ങൾ അതിലേക്ക് വളരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അതിൽ കുറച്ചുകൂടി നമുക്ക് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചകിരിച്ചോറ് ഇട്ട് അത് ഈ രൂപത്തിൽ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇടണം. പക്ഷേ ഞാനത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിൻ്റെ കാഴ്ചയ്ക്ക് സൗകര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഗ്ലൗസ് ഒഴിവാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ രൂപത്തിലത് നമ്മൾ ബോട്ടിൽ നിറയെ ഈ മിശ്രിതം ചകിരിച്ചോറും ചാണകപ്പൊടിയും കാലിവളവും മണ്ണും കൂടിയുള്ള ഈ സാധനം മിശ്രിതം ഒരുവിധം നമ്മൾ നിറച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇതൊന്ന് അമരാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിലൊക്കെ ഒന്നുകൂടി സെറ്റാകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ അത് നിറച്ചിരുന്ന മണ്ണ് അമർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നമ്മളൊന്ന് കുലുക്കി കഴിയുമ്പോൾ അത് അടിയിലേക്ക് അമർന്നു. അത് നിറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടി ഈ മിശ്രിതം നേരത്തെ എടുത്ത് വെച്ച മിശ്രിതം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ ബോട്ടിൽ മണ്ണ് നിറച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഈ നേരത്തെ തൂക്കി കാണുന്ന ആ സുന്ദരമായിട്ടുള്ള ആ ചെടി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന വാണ്ടറിങ് ഡൂഡ് എന്ന് പറയുന്ന അതാണ് അതിൻ്റെ പേരുള്ളത്. നമ്മുടെ മുറ്റത്തും നമ്മുടെ അടുത്തൊക്കെ കാണുന്ന പിന്നെ അലക്ഷ്യമായിട്ട് കാണുന്ന സാധനം. പക്ഷേ അതിന് വളരെ ഭംഗിയായിട്ട് ചെയ്താൽ വളരെ മനോഹരമായിട്ട് ഉണ്ടാകുന്നൊരു സാധനമാണത്. അതിൻ്റെ വാണ്ടറിങ് ഡൂഡ് എന്നാണ് അതിൻ്റെ പേരുള്ളത്. അതിൻ്റെ ടഡസ്കാൻഷിയ സബ്രീന എന്ന ശാസ്ത്രീയ നാമമാണ്. പേര് പെട്ടെന്ന് പറഞ്ഞിട്ട് ശരിയാവുന്നില്ല, എന്നാലും അതാണ് ഒരു ശാസ്ത്രീയ നാമം. ഈ രൂപത്തിൽ ഈ സുഷിരങ്ങളിലൂടെയൊക്കെ
ഇത് നമ്മൾ ഇത് നട്ട് കഴിഞ്ഞു. ഇനി ഇതാ നമ്മൾ ആ നെക്കിലിട്ട അതിൻ്റെ കഴുത്തിലിട്ട ആ കയറ്, ആ ദ്വാരത്തിലൂടെ നമ്മൾ ഒരു കയറ്, നമ്മളെ സുത്തിലി, നമ്മുടെ നാട്ടിലൊക്കെ തന്നെ സുത്തിലി എന്നാണ് പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ, അത് കെട്ടിക്കഴിഞ്ഞു ഇതാ ഈ രൂപത്തിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഈ ചെടിയുടെ ബഡ്സ് നട്ടിട്ടുണ്ട്. അതൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ രൂപത്തിലേക്ക് ഇതാ കണ്ടോ, ഇതൊക്കെ ഞാൻ ഈ രൂപത്തിലുണ്ടാക്കിയ ചെടിച്ചട്ടികളാണ്. 10 പൈസയുടെ ചിലവില്ലാതെ, കാശിന് ചിലവില്ലാതെ നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഒഴിവാക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ കൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ മനോഹരമായിട്ടുള്ള ചെടികളും ഉണ്ടാക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. മനോഹരമായിട്ടുള്ള വീഡിയോയുമായി അടുത്ത് തന്നെ ഞാൻ നിങ്ങളെ മുന്നിലെത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു.